നമസ്കാരം. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത കായിക ബഹുമതിയായ അർജുന അവാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദേശീയ കായിക രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കേന്ദ്ര കായിക യുവജന മന്ത്രാലയം നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. ദേശീയ കായിക രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കേന്ദ്ര കായിക യുവജന മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ്. ഇത് ഏർപ്പെടുത്തിയ വർഷം 1961 തൊട്ടാണ്. 1961 മുതലാണ് അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. ഇതിൻ്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. അർജുന അവാർഡിൻ്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. അടുത്തത്, അർജുന അവാർഡ് ആദ്യമായി ലഭിച്ച മലയാളി ആരാണെന്നാണ്. PSC ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആര്? പർവ്വതാരോഹകനായ C ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആരാണ്? പർവ്വതാരോഹകനായ C ബാലകൃഷ്ണനാണ്. അടുത്തത് പറയുന്നത്, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര്? ആദ്യ മലയാളി വനിത KC ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മയാണ്. അടുത്ത 2 പോയിന്റും കൂടെ ഓർത്തു വയ്ക്കുക, തിരിഞ്ഞു പോകാതെ ഓർത്തു വയ്ക്കുക എന്നതാണ് ഇതിലെ കാര്യം. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് ആരാണ്? ഉത്തരം TC യോഹന്നാനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് TC യോഹന്നാനാണ്. പിന്നീട് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി പുരുഷ വോളിബോൾ താരം, ഉത്തരം ജിമ്മി ജോർജ് ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി പുരുഷ വോളിബോൾ താരം ജിമ്മി ജോർജ് ആണ്. ഇനി പറയുന്നത് 2023 അർജുന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്നാണ്. കറണ്ട് അഫെയർ ടോപ്പിക്കായിട്ട് ചോദിക്കാവുന്നതാണ്. 2023 അർജുന അവാർഡ് ജേതാക്കൾ ആരാണെന്നാണ്. 26 പേരുണ്ട്. 26 പേരെയും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇന്നലെ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും അവർ ഇവൻറ്റ് ചെയ്തൊക്കെയാണെന്നുമാണ് പറയുന്നത്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം മുരളി ശ്രീശങ്കറാണ്. ഇദ്ദേഹം അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. ലോങ് ജമ്പ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഇവൻറ്റ്. മുരളി ശ്രീശങ്കർ ലോങ് ജമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഇവൻറ്റ്. അടുത്തത് പറയുന്നത്, അതിഥി ഗോപീചന്ദ് സ്വാമിയാണ്. അതിഥി ഗോപീചന്ദ് സ്വാമി അമ്പെയ്ത്ത് വിഭാഗത്തിൽ, അമ്പെയ്ത്താണ് അദ്ദേഹത്തിൻ്റെ ഇവൻ്റായിട്ട് 2023 അർജുന പുരസ്കാരം ലഭിച്ചത്. അതിഥി ഗോപീചന്ദ് സ്വാമി അമ്പെയ്ത്ത്. അടുത്ത അർജുന അവാർഡ് ജേതാവ് മുഹമ്മദ് ഷമ്മിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇവൻറ്റ് ക്രിക്കറ്റാണ്. ഇദ്ദേഹം ഒരു പേസ് ബോളറാണ്. മുഹമ്മദ് ഷമ്മി, ഇവൻറ്റ് ക്രിക്കറ്റ്. അടുത്തത് ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറാണ്. ഇവരുടെ വിഭാഗം ഷൂട്ടിംഗ് ആണ് കേട്ടോ. ഷൂട്ടിംഗ് ആണ് ഇവരുടെ ഇവൻറ്റ്. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ. അതുപോലെ ഇഷാ സിംഗ്. ഇഷാ സിംഗിൻ്റെയും ഇവൻറ്റ് ഏത് തന്നെയാണ്? ഷൂട്ടിംഗ് തന്നെയാണ്. ഇവർ രണ്ടുപേരും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഷൂട്ടിംഗ് സ്വാഭാവികമായിട്ടും സിനിമാ ഫീൽഡിലാണ് നടക്കുന്നത്. ഐശ്വര്യ റായ് അതുപോലെ ഇഷാ തൽവാർ, ഈ 2 പേരുകളും വെച്ചിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാം. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഷൂട്ടിംഗ് ആണ്. അതുപോലെ ഇഷാ സിംഗും ഏത് ഇവൻ്റാണ്? ഷൂട്ടിംഗ് ആണ്. അടുത്ത പറയുന്ന പേര് ഓർത്ത് വെക്കുക, R വൈശാലി. R വൈശാലിയുടെ ഏത് വിഭാഗമാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അവരുടെ ഇവൻറ്റ് ചെസ്സാണ്. 2023 അർജുന പുരസ്കാരം ലഭിച്ച വൈശാലി ഏത് ഇവൻറ്റിനാണ് അവർക്ക് അർജുന അവാർഡ് ലഭിച്ചതെന്ന് ചോദിക്കാം. ചെസ്സാണ് കേട്ടോ. അപ്പം ചെസ്സ് ആർക്കാണ്? ചെസ് വിഭാഗത്തിൽ അർജുന അവാർഡ് ലഭിച്ചത് R വൈശാലിക്കാണ്. ലാസ്റ്റ് പറഞ്ഞ 6 പേരുടെ പേരുകളും വിഭാഗങ്ങളും ഒന്നുകൂടെ പറയുകയാണ്. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരമാണ് മുരളി ശ്രീശങ്കർ. ഇദ്ദേഹം അത്ലറ്റിക്സ് വിഭാഗത്തിൽ ലോങ് ജമ്പാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച ഇവൻറ്റ്. അടുത്തത് അതിഥി ഗോപീചന്ദ് സ്വാമിയാണ്. അമ്പെയ്ത്ത് വിഭാഗത്തിലാണ് അതിഥി ഗോപീചന്ദ് സ്വാമിക്ക് അർജുന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമി ക്രിക്കറ്റിലാണ് കിട്ടിയത്. ഇദ്ദേഹം പേസ് ബോളറാണ്. അതുപോലെ UP സ്വദേശിയുമാണ് കേട്ടോ. അടുത്തത് ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറും ഇഷാ സിംഗുമാണ്. ഞാൻ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യാൻ ഒരു കോഡ് പറഞ്ഞായിരുന്നു. ഫിലിം ഫീൽഡുമായിട്ട് ഓർത്ത് വയ്ക്കുക. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറും ഇഷാ സിംഗും ഷൂട്ടിംഗ് ഫീൽഡാണ്. അതുപോലെ ഷൂട്ടിംഗ് ഫീൽഡിലല്ല, ഷൂട്ടിംഗ് ആണ് അവരുടെ ഇവൻറ്റ് കേട്ടോ. അപ്പോൾ ഷൂട്ടിംഗ് ഇവൻ്റാണ് ഇവർക്ക്. ഈ ഷൂട്ടിംഗ് ഇവൻറ്റിലാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ R വൈശാലി ചെസ്സാണ് അവരുടെ ഇവൻറ്റ്.
അടുത്തത് 5 ജേതാക്കളുടെ പേരും കൂടെയാണ് പറയുന്നത്. മുഹമ്മദ് ഹസമുദ്ദീന് ബോക്സിംഗ് ഇവൻറ്റിൽ 2023 അർജുന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹസബുദ്ദീൻ ഏതാണ് ഇവൻറ്റ്? ബോക്സിങ്. അടുത്തത് നസ്രീനാണ് ലഭിച്ചിട്ടുള്ളത്. നസ്രീൻ്റെ ഈവൻറ്റ് ഖോഖോ ആണ്. ഖോഖോ വിഭാഗത്തിൽ 2023 അർജുന പുരസ്കാരം ലഭിച്ചത് ആര് എന്ന് ചോദിക്കാം. നസ്രീനാണ്. അടുത്തത് 2 പേരുടെ പേര് ഒരു ഇവൻറ്റിൽ 2 പേർക്കും ലഭിച്ചിട്ടുണ്ട്. റെസ്ലിംഗ് ആണ് കേട്ടോ. റെസ്ലിംഗ് വിഭാഗത്തിൽ സുനിൽ കുമാറിനും അന്തിം പങ്കലിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? 2023 അർജുന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് വിഭാഗത്തിലാണ്? റെസ്ലിംഗ് വിഭാഗത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? സുനിൽ കുമാറിനും അന്തിം പങ്കലിനും. ആ പേരുകൾ ഒന്നുകൂടെ പറയുകയാണ്. സുനിൽ കുമാറിനും അന്തിം പങ്കലിനും റെസ്ലിംഗ് വിഭാഗത്തിലാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് പറയുന്ന വ്യക്തിയെ ഒന്ന് നല്ലപോലെ ഓർത്ത് വയ്ക്കുക. വുഷു ഇവൻറ്റിലാണ്. വുഷു വിഭാഗത്തിൽ 2023 അർജുന പുരസ്കാരം ലഭിച്ചത് നവോറം റോഷിബിന ദേവിക്കാണ്. ചിലപ്പോൾ റോഷിബിന ദേവി എന്ന് കൊടുക്കാം. റോഷിബിന ദേവിക്കാണ്. വുഷു ഈവൻറ്റിനാണ് നവോറം റോഷിബിന ദേവിക്ക് ഏത് ലഭിച്ചത്? 2023 അർജുന പുരസ്കാരം ലഭിച്ചത്. ഈ പേര് നല്ലപോലെ ഓർത്ത് വയ്ക്കുക. റോഷിബിന ദേവി. ഈവൻറ്റ് ഏതാണ്? വുഷു ആണ്. വിഷുവിന് നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. 2023 അർജുന പുരസ്കാരം ലഭിച്ച നവോറം റോഷിബിന ദേവി ഏത് ഇവൻറ്റിലാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ വുഷു ആണ് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ വ്യക്തികളുടെ പേരുകൾ ഒന്നുകൂടെ പറയുകയാണ്. മുഹമ്മദ് ഹസബുദ്ദീന് ബോക്സിംഗ് ഇവൻറ്റിൽ അല്ലെങ്കിൽ ബോക്സിംഗ് വിഭാഗത്തിലാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ചത്. അതുപോലെ നസ്രീന് ഖോഖോ വിഭാഗത്തിൽ ലഭിച്ചു. റെസ്ലിംഗ് വിഭാഗത്തിൽ 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. സുനിൽ കുമാറിനും അന്തിം പങ്കലിനും. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് വുഷു ഈവൻറ്റിൽ 2023 അർജുന പുരസ്കാരം ലഭിച്ചത് നവോറം റോഷിബിന ദേവിക്കാണ്. ഈ പേരൊന്ന് നല്ലപോലെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.